ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ പബ്ലിസിറ്റി. അത് നേരിട്ട് പൃഥ്വിരാജ് അടക്കമുള്ളവർ നേരിട്ടൊരു പുതിയ രീതി അവലംബിച്ചിരിക്കുകയാണ്. സിനിമ കണ്ടവരും കാണാത്തവരും പരസ്പരം ചോദിക്കുകയാണത്, ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടോ? കണ്ടില്ലെങ്കിൽ കാണണം. തനിച്ചല്ല, കുടുംബസമേതം എന്ന് പറഞ്ഞാൽ കുട്ടികളടക്കം എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രസിക്കാവുന്ന സിനിമ. ഞാനിത് പറയുമ്പോൾ, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല, എന്നോട് പറഞ്ഞവർ പറയുമ്പോൾ, എൻ്റെ കുടുംബവും പോയപ്പോൾ കുട്ടികളെല്ലാം അതിലത്തെ പാട്ട് സീൻ കണ്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് ബേസിലിൻ്റെ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിരിക്കാം, എല്ലാ രസങ്ങളും അതിലുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ഗുരുവായൂർ അമ്പലനടയിൽ തന്നെയാണ്. ആ ഗുരുവായൂർ അമ്പലനടയിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഒറിജിനൽ ഗുരുവായൂർ ക്ഷേത്രമാണെന്ന്. അല്ല കേട്ടോ, അല്ല. അതാണ് ആ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് ആലോചിക്കണം. ഇവിടെ പൃഥ്വിരാജ് നന്ദനം സിനിമ അഭിനയിക്കാൻ വന്നപ്പോൾ, ആദ്യത്തെ സിനിമ വന്നപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ഒറിജിനൽ ഗുരുവായൂർ ക്ഷേത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ സിനിമയുടെ കാര്യം വന്നപ്പോൾ ഇനി സിനിമ ഷൂട്ട് ചെയ്യാൻ അമ്പലം കൊടുക്കുന്നില്ല എന്ന് വന്നിരിക്കുന്നു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ആ ക്ഷേത്രമല്ലെങ്കിൽ ഈ സിനിമയില്ല. അപ്പോൾ ആലോചിച്ച് സെറ്റിട്ടാലോ? സെറ്റിടാൻ എത്ര ഉറുപ്പ്യ ചിലവ് വരും? കണക്ക് കൂട്ടി ഒരു 5 കോടി ഏകദേശം വരും. ഒരു 4.5 നിർത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് കണക്ക്. ഇത് പണിന് കണക്ക് തുടങ്ങിയപ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ വൈഫ്, അവരിതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ്, സുപ്രിയ, തമാശയ്ക്കായി ചോദിച്ചു, 4.5 കോടിക്ക് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഗുരുവായൂർ ക്ഷേത്രം പണിയാനുള്ള തുകയല്ലേ എന്ന് തമാശയ്ക്ക് ചോദിച്ചു. പക്ഷേ തമാശയ്ക്ക് ചോദിച്ചതാണെങ്കിലും ഈ ക്ഷേത്രം 4.5 ഏക്കർ നിൽക്കുന്ന സ്ഥലത്ത് ആലുവയ്ക്കടുത്ത് അതിമനോഹരമായി അത് ചെയ്തു എന്നുള്ളതാണ്. ഒരു നല്ല കലാസംവിധായകൻ, ചിലർക്ക് ഇത്തരം ചില പരീക്ഷണ ഘട്ടങ്ങൾ കിട്ടുമ്പോഴാണ് അവസരങ്ങൾ ലഭിക്കുക. എല്ലാവർക്കും വലിയ കലാകാരന്മാരാവാൻ പറ്റില്ല, പക്ഷെ ചിലർക്ക് അതാവാൻ കഴിയും. അത് കാണുന്നവർ, അവിടെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നവർ, അത് ആ ക്ഷേത്രം സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക്, അതുവഴി പോകുന്നവരെല്ലാം ആ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തൊഴുതു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നാലോചിക്കണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പ്രിയദർശൻ്റെ ഒരു സിനിമയെക്കുറിച്ചാണ്. മദ്രാസിൽ പ്രിയദർശൻ്റെ ഒരു സിനിമ, PKR പിള്ള നിർമ്മിച്ചൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അതിൽ ബാംഗ്ലൂരിലാണ് സംഭവം ഷൂട്ട് ചെയ്യേണ്ടത്. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ആർട്ട് ഡയറക്ടർ കൃഷ്ണൻകുട്ടി മദ്രാസിൽ ഒരു സെറ്റിട്ടു. ബാംഗ്ലൂർ സിറ്റിയുടെ സെറ്റാട്ടെ എന്നായിരിക്കണം. കാശ് കുറേ ചിലവായി. അത് ബാംഗ്ലൂർ അല്ല എന്നാർക്കും പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ അത് പൊളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. എന്തിനത് പൊളിക്കുന്നേ? ഈ ബാംഗ്ലൂർ സിറ്റിയുടെ കെട്ടെ. അങ്ങനെ കുറേ പേര് അവിടെ ഷൂട്ട് ചെയ്തു, കുറേ രൂപ കിട്ടി. പിന്നീടത് പൊളിച്ച് കളയേണ്ടി വന്നുള്ള വേറെ കാര്യം. ഇപ്പം ഇതുപോലെ ഈ സിനിമ വളരെ വിജയിച്ചു കഴിഞ്ഞു. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഈ 4.5 ഏക്കർ സ്ഥലത്ത് ഈ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ അത് ആവശ്യം കഴിഞ്ഞാൽ പൊളിച്ച് കളയണ്ടേ? പക്ഷേ ഇനി പൊളിക്കാൻ പറ്റുമോ? ഇനി പൊളിക്കാൻ പറ്റില്ല എന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ പറയുന്നത്. അതിന് വേറൊരു നിറവും കൊടുക്കേണ്ടതില്ല എന്നാലോചിക്കണം. വിശ്വാസികൾ എന്ന് അടിവരയിട്ട് മാത്രം പറയുന്നു.
അവർ പറഞ്ഞത് ഇത്രയാണ്, ഒരു കല്ല് നമ്മൾ പൂജിച്ച് വെച്ചാൽ ആ കല്ലിനൊരു ശക്തി ഉണ്ടെന്ന് ആലോചിക്കണം. അവിടെ പൂജ നടക്കുന്നു, അവിടെ ആളുകൾ വരുന്നു, വലിയ ആരാധന വരുന്നു, വലിയ അമ്പലമാകുന്നു, ആഘോഷങ്ങൾ വരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഗുരുവായൂർ ക്ഷേത്രം നിങ്ങൾ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് സെറ്റല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഇത് ഗുരുവായൂർ ഒറിജിനൽ ഗുരുവായൂർ ചെല്ലുന്നതിന് മുൻപ് ഉള്ള ഒരു ഗുരുവായൂർ ക്ഷേത്രമായിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ സിനിമ ഇത്രയും വിജയിച്ചത് എന്ന് പബ്ലിസിറ്റി വന്നിരിക്കുന്നു ആലോചിക്കണം. അത് ഈ സിനിമയ്ക്ക് ഗുണമായി. ഇതെല്ലാം കേട്ട് പൃഥ്വിരാജും ബേസിലും സുപ്രിയയും അടക്കമുള്ളവർ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. കയ്യിൽ കാശ് കിട്ടി, ഇത് കാശ് കിട്ടാനുള്ള വഴി തന്നെയാണ്, ഇതൊരു ഫ്രീ പബ്ലിസിറ്റിയാണ്, അത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ വരും. പക്ഷേ കളി കാര്യമായിക്കൊണ്ടിരിക്കുകയല്ലേ. കളി കാര്യമായി എന്ന് പറഞ്ഞാൽ ഇനി ആ ക്ഷേത്രം അവിടെ നിന്ന് പൊളിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് പൊളിച്ചു മാറ്റേണ്ടതല്ലേ? പക്ഷേ വൈകാരികമായ ഒരു സംഭവമാണ് ഇവിടെ നിന്ന് ആലോചിക്കണം. ഗുരുവായൂരിൽ ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കാണെന്ന് ആലോചിക്കണം. സൂചി കുത്താൻ പഴുതില്ല എന്നാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒറിജിനൽ തന്നെ ശരിക്ക് ഇവിടെ സിനിമയ്ക്ക് വേണ്ടി 4.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച് ഷൂട്ട് ചെയ്ത് തിയേറ്ററിലെത്തി കാണിച്ചിരിക്കുന്നു. സിനിമ കണ്ട നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് ഗുരുവായൂർ ക്ഷേത്രമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അത്രയും കരവിരുതാണ് അതിൻ്റെ കലാസംവിധായകനുണ്ടായിരുന്നാലും സുനിൽ കുമാരൻ. ഈ സുനിൽ കുമാരൻ ഇപ്പം അറിയപ്പെടുന്നില്ല. ഇത് നിർമ്മിച്ച ആരാണെന്ന് ചോദിച്ചാൽ പറയുമായിരിക്കും. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട വേഷം, പ്രധാനപ്പെട്ട സ്ഥാനം ഈ ആർട്ട് ഡയറക്ടറായ സുനിൽ കുമാരൻ നൽകിയേ പറ്റുമെന്ന് ആലോചിക്കണം. ബഹുമതികൾ കിട്ടുമായിരിക്കാം, അവാർഡുകൾ കിട്ടുമായിരിക്കാം. പക്ഷെ അപ്പോഴും പറയും ഇത് ഒറിജിനൽ സാധനം നോക്കി ചെയ്തല്ലേ, അതെങ്ങനെ അവാർഡ് കൊടുക്കാം എന്നും ചോദിക്കുന്നവരുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒറ്റ വർക്കോടുകൂടി സുനിൽ കുമാറിൻ്റെ തലവര തെളിഞ്ഞു എന്നാണ് സിനിമയിലുള്ളവർ തന്നെ പറയുന്ന ആലോചിക്കണം. അപ്പോൾ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കും? ഇത് പൊളിച്ചു മാറ്റണം, അവിടെ ഇനിയും ഷൂട്ടിംഗ് വരുമെന്ന് ആലോചിക്കണം. പൊളിക്കാൻ സമ്മതിക്കില്ല എന്നൊരു വിഭാഗം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഭക്തന്മാരാണ്. ആ ഭക്തന്മാർക്ക് വേറെ ഒരു പാർട്ടിയുടെയോ മതത്തിൻ്റെയോ ഒരു നിറവും കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് പൊളിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിറങ്ങൾ വരും, അവിടെ സമരമുണ്ടാകും, ലാത്തിയടി ഉണ്ടാവും. ഒരു രാമക്ഷേത്രം പോലെ ഇവിടെയും ഒരു ഗുരുവായൂർ ക്ഷേത്രം ഇത് നിലനിർത്തേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ട്. സിനിമ വിജയിച്ചു, ഇനി വിജയിച്ചു കൊണ്ടിരിക്കട്ടെ. പക്ഷേ 4.5 കോടി ചിലവാക്കിയ കോടിയെല്ലാം അവർ സമ്പാദിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ ഈ ക്ഷേത്രം അവിടെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിഞ്ഞത്.